നമസ്തേ. മഹാഭാരത കഥ. മഹാഭാരതം മഹർഷി പരാശര മുനിയുടെ പ്രസിദ്ധനായിട്ടുള്ള കീർത്തിമാനായിട്ടുള്ള പുത്രൻ വേദവ്യാസന്റെ സംഭാവനയാണ്. ആ വേദവ്യാസ ഭഗവാൻ തൻ്റെ പുത്രനായ ശ്രീശുകന് പറഞ്ഞു കൊടുക്കുകയും കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കും അദ്ദേഹം ഭാരത കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ശിഷ്യന്മാരിൽ പ്രധാനിയാണ് വൈശമ്പായനൻ. വൈശമ്പായനനിലൂടെയാണ് കൂടുതലും ഇതൊക്കെ പ്രചാരത്തിലെത്തിയത്. പിന്നീട് മറ്റൊരു കഥയാണ് മഹാരാജാവായ പരീക്ഷിത്തിൻ്റെ പുത്രനായ ജനമേജയൻ ഒരു യജ്ഞം നടത്തുകയും ആ യജ്ഞത്തിൽ സുപ്രസിദ്ധനായിട്ടുള്ള സൂതൻ സന്നിഹിതനാവുകയും ചെയ്തു. ആ സൂതൻ മറ്റ് എല്ലാ ഋഷിമാരെയും സഭയിലേക്ക് വിളിക്കുകയും ആ സഭയിൽ ആ സഭാധ്യക്ഷനായിട്ട് ശൗനക മഹർഷിയെ നിശ്ചയിക്കുകയും ചെയ്തു. സൂതൻ ഋഷിമാരുടെ ആ സഭയിൽ മഹാഭാരത കഥ പറയാൻ ആരംഭിച്ചു. മഹാരാജാവായ ശന്തനുവിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാണ് ചിത്രാംഗതനും വിചിത്രവീര്യനും. അങ്ങനെ ചിത്രാംഗതൻ ഹസ്തിനപുരിയിലെ സിംഹാസനത്തിലിരുന്ന് രാജ്യം ഭരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കാലമൃത്യുവിന് ശേഷം സഹോദരനായിട്ടുള്ള വിചിത്രവീര്യൻ രാജ്യം ഭരിച്ചു. അദ്ദേഹത്തിന് 2 പുത്രന്മാരാണ്, ധൃതരാഷ്ട്രരും പാണ്ഡുവും. എന്നാൽ ഈ ധൃതരാഷ്ട്രവും പാണ്ഡുവും യഥാർത്ഥത്തിൽ വ്യാസമഹർഷിയുടെ പുത്രന്മാരാണ്. അങ്ങനെ മൂത്ത പുത്രനായ ധൃതരാഷ്ട്രന് ജന്മം കൊണ്ട് അന്ധനായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ രാജ്യഭരണങ്ങളിൽ ഉത്തമമായി രാജ്യഭരണങ്ങൾ നോക്കാൻ പ്രാപ്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സേനാധിപതിയായിട്ട് ആരുണ്ടായിരുന്നു? പാണ്ഡു ഉണ്ടായിരുന്നു. പാണ്ഡുവിനെ അങ്ങനെ സിംഹാസനത്തിൽ ഇരുത്തി. അങ്ങനെ പാണ്ഡു വർഷങ്ങളോളം രാജ്യം ഭരിച്ചു. അങ്ങനെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അതിനിടയ്ക്ക് റാണിമാരായിട്ടുള്ള കുന്തി ദേവിയും മാദ്രിയും ആ 2 പേരെയും കൊണ്ടുവത്ത് കുറേ കാലം രാജ്യം ഭരിച്ചതിന് ശേഷം അദ്ദേഹം ചെയ്ത ഒരു തെറ്റിൻ്റെ പ്രായശ്ചിത്തമായിട്ട് തപസ്സിന് കാട്ടിലേക്ക് പോയി. അങ്ങനെ 2 റാണിമാരും അദ്ദേഹത്തോടൊപ്പം പോയി. വനവാസ സമയത്ത് കുന്തിയും മാദ്രിയും പഞ്ചപാണ്ഡവർക്ക് ജന്മം നൽകുകയാണ് ഉണ്ടായത്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം പാണ്ഡു മരിച്ചു. അങ്ങനെ അനാഥരെന്നൊന്നും പറഞ്ഞുകൂടാ, അമ്മമാരുണ്ട്. 5 മക്കളെയും കൊണ്ട് കുന്തി ദേവി മറ്റ് വനത്തിലുള്ള ഋഷിമുനിമാരോടൊപ്പം ആ കുട്ടികളെ വളർത്തി പഠിപ്പിച്ചു, അവിടെ താമസിച്ചു. അങ്ങനെ യുധിഷ്ഠിരന് 16 വയസ്സാകുമ്പോഴേക്കും ഋഷിമാർ 5 പേരെയും കൂട്ടി ഹസ്തിനാപുരത്തിലേക്ക് പോയി പിതാമഹനായ ഭീഷ്മാചാര്യനെ ഏൽപ്പിച്ചു. അങ്ങനെ 5 പേരും വളരെ ബുദ്ധിസാമർഥ്യമുള്ളവരും ബലവാന്മാരുമായിരുന്നു. അങ്ങനെ ബുദ്ധിയും അവരുടെ നല്ല സ്വഭാവവും എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടി അവരോട് പെരുമാറാനൊക്കെയുള്ള ആ ഒരു കഴിവ് കണ്ടിട്ട് എല്ലാവർക്കും വളരെ സന്തോഷമായി. അങ്ങനെ ധൃതരാഷ്ട്രൻ്റെ പുത്രന്മാർക്ക് അവരോട് കുറച്ച് അസൂയ തോന്നി തുടങ്ങി അവരുടെ ഈ കഴിവ് കണ്ടിട്ട്.
പാണ്ഡവരെ ഓരോ തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി ഈ 5 പേരെയും. അങ്ങനെ ദിവസം കഴിയും തോറും അവർക്ക് രണ്ട് ഭാഗക്കാർക്കും ഇടയിൽ വൈരഭാവം ഉണ്ടായി തുടങ്ങി. വിദ്വേഷഭാവം, ദേഷ്യം, പരസ്പരമുള്ള ശത്രുക്കളെ പോലെ അവർ ശത്രുക്കളായി തീരാൻ തുടങ്ങി, അങ്ങനെ പെരുമാറാൻ തുടങ്ങി. അങ്ങനെ അവസാനം പിതാമഹന് ഒരു തീരുമാനമെടുത്തു. എന്താ, രണ്ടു പേരെ പറഞ്ഞ് മനസ്സിലാക്കിച്ച്, രണ്ട് കൂട്ടരെയും പറഞ്ഞ് മനസ്സിലാക്കിച്ച് അവർക്കിടയിൽ സന്ധി ചെയ്ത് അവരുടെ ഭീഷ്മ പിതാമഹൻ്റെ ആദേശമനുസരിച്ച് കുരു രാജ്യത്തിനെ 2 ഭാഗമാക്കി. അങ്ങനെ കൗരവർ ഹസ്തിനാപുരത്തിലും പാണ്ഡവർ ഇന്ദ്രപ്രസ്ഥത്തിലും രാജ്യം ഭരിക്കാൻ തുടങ്ങി. പാണ്ഡവർക്ക് കൊടുത്തിരിക്കുന്ന കുറച്ച് ദൂരെയുള്ള ഒരു ഭാഗമാണ്, അതിന് ഇന്ദ്രപ്രസ്ഥം പ്രസ്ഥമായി. 2 ദിവസങ്ങളോളം അവിടെ അങ്ങനെ പിന്നീട് സമാധാനപരമായിട്ട് അന്തരീക്ഷമൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ആ ദിവസങ്ങളിൽ അതിനിടയിൽ രാജാക്കന്മാർക്കിടയിൽ ചെസ്സ് കളിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങനെ കളിച്ച് തോൽക്കുന്നവർ അവരുടെ രാജ്യം വരെ പണയത്തിലാക്കും. അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെ പാണ്ഡവരും കൗരവരും ഈ കളിക്കാൻ നിശ്ചയിച്ചു. ചൂതുകളി. അങ്ങനെ കൗരവർക്കിടയിൽ ആരുണ്ടായിരുന്നു? കൗരവരുടെ അടുത്ത് കൂട്ടിൽ ബുദ്ധിയായിട്ടുള്ള ശകുനി ഉണ്ടായിരുന്നു. ശകുനിയും കളിച്ചിരുന്നു. ശകുനി ഉണ്ടായിരുന്നു. അങ്ങനെ യുധിഷ്ഠിരനെ തോൽപ്പിച്ചു. ശകുനി യുധിഷ്ഠിരനെ തോൽപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് പാണ്ഡവരുടെ രാജ്യം തട്ടിയെടുക്കുകയും, അങ്ങനെ പാണ്ഡവർ തോൽക്കുകയാണ്. അവരുടെ കള്ളച്ചൂതുകളിയിൽ പാണ്ഡവർ തോൽക്കുകയും പാണ്ഡവരുടെ രാജ്യം അവർ തട്ടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ അവർക്ക് 13 വർഷം വനവാസം കൊടുത്തു. അങ്ങനെ അതിനുശേഷം 12 വർഷം വനവാസത്തിലും 1 വർഷം അജ്ഞാതവാസവും. അവിടെ ഇങ്ങനെ ആരും അറിയാതെ, ഒരാൾ പോലും തിരിച്ചറിയാത്ത വിധത്തിൽ അവർ 1 വർഷം കഴിയണം. അങ്ങനെയാണ് അവർക്ക് അതിനുള്ള ഒരു ശിക്ഷയായിട്ട് കൊടുത്തു. അങ്ങനെ ചെയ്യണമായിരുന്നു. അതിനുശേഷം തിരിച്ചു വരാം. 13 വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ തിരിച്ചു വരാം. ദ്രൗപദിയുടെ കൂടെ 5 മക്കളും 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും ചെയ്ത് തിരിച്ചു വന്നു. അങ്ങനെ പക്ഷേ അത്യാഗ്രഹിയായിരുന്ന ദുര്യോധനാദികൾ രാജ്യം തിരിച്ചു കൊടുത്തില്ല. അങ്ങനെ തിരിച്ചു പണയത്തിലായിരുന്നുവല്ലോ, അപ്പോൾ അത് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാമല്ലോ. അത് കൊടുത്തിരുന്നില്ല. പാണ്ഡവർ തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. അവർക്ക് രാജ്യത്തിന് വേണ്ടി. അങ്ങനെ യുദ്ധത്തിലെല്ലാ കൗരവന്മാരും മരിക്കുകയുണ്ടായി. അങ്ങനെ പാണ്ഡവർക്ക് വിശാലമായ ഒരു സാമ്രാജ്യം തന്നെ ഉണ്ടായി. അങ്ങനെ 36 വർഷങ്ങൾക്ക് ശേഷം 36 വർഷങ്ങളോളം പാണ്ഡവർ രാജ്യം ഭരിച്ച്, അതിനുശേഷം പേരക്കുട്ടിയായിട്ടുള്ള മകനായിട്ടുള്ള പരീക്ഷിത് രാജാവിന് രാജ്യം ഏൽപ്പിക്കുകയും ദ്രൗപദിയോടൊപ്പം ഈ 5 പേരും ഇവരൊക്കെ തന്നെ ഹിമാലയത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇതാണ് മഹാഭാരതത്തിൻ്റെ ഒരു ചുരുക്കകഥ. നമസ്കാരം. ഇതിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക.
പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവുകളാണിപ്പോൾ പങ്കുവയ്ക്കുന്നത്. നമസ്കാരം. ഏകദേശം ഒരു കഥ മാത്രമാണ് പറയാൻ സാധിക്കുക.